അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിൽ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ടത് പറഞ്ഞ ഒരൊറ്റ വീഡിയോ എല്ലാ പാഠവും ചർച്ച ചെയ്യുന്ന വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, അത് ചെയ്യാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഓരോ പാഠത്തിൻ്റെയും പ്രധാനപ്പെട്ടത് പറഞ്ഞുകൊണ്ട് 5 പാഠത്തിൻ്റെയും റിവിഷൻ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നിങ്ങൾ ചാനൽ നോക്കിയിട്ട് കാണുക. അതിൽ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരൊറ്റ വീഡിയോയിൽ എല്ലാ പാഠവും ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് മുൻവർഷത്തെ ചോദ്യങ്ങൾ കിട്ടണം. നമുക്ക് പുതിയ പുസ്തകം ആയതുകൊണ്ട് മുൻവർഷത്തെ ചോദ്യങ്ങൾ നമ്മളെ മുമ്പിലില്ല. അപ്പൊ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ ഓരോ പാഠത്തിൻ്റെയും പാഠം കഴിഞ്ഞിട്ട് കൊടുത്ത ചോദ്യോത്തരങ്ങളും അവിടുത്തെ വർക്കുകളും ആ വർക്കുകൾ വരുന്ന ചോദ്യങ്ങൾ വരുന്ന സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതാണ് കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം താരീഖിന് 3-4 വീഡിയോ ഉണ്ടാകും. അത് ചാനലിൽ നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കണ്ട് ശരിക്കും പഠിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താരീഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ്. ഒന്നാമത്തെ യോജിച്ചവ ചേർക്കാം. ഉമ്മു ഹബീബ. ഇവിടെ ഉത്തരങ്ങളുണ്ട്. നേഗസ്, ഹുവൈലിദ്, അബൂലഹബ് പറഞ്ഞു, റംല, ഹാരിസ, 3 വർഷം, പർവ്വതം. ഉമ്മു ഹബീബ എന്ന് പറയുന്നത് റംല ബീവിയാണ് അല്ലെ. അപ്പൊ റംല, ഉമ്മു ഹബീബ, ഇതാണ് അതിന്റെ ശരിയായ ഉത്തരം. അടുത്ത രഹസ്യപ്രബോധനം. രഹസ്യപ്രബോധനം എത്ര വർഷമായിരുന്നു? 3 വർഷം. അടുത്തത് ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ പിതാവ്. ഖദീജ ബീവിന്റെ പിതാവ് ആരാണ്? ഹുവൈലിദ്. അടുത്തത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാന്റെ പേരെന്താണ്? ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്തത് തബ്ബല്ലക അലി ഹാദാ ജമഅതനാ. ഇതാരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? അബൂലഹബാണ് പറഞ്ഞത്. അടുത്ത് സൊഫ പർവ്വതം. കണ്ടില്ലേ? സൊഫ പർവ്വതം. അടുത്ത് അനറബി രാജാവ്. എന്താണ് മൂപ്പരുടെ പേര്? നേഗസ് അല്ലെ, നജാഷി രാജാവ്. ഇത് തെറ്റ് ശരിയാക്കി എഴുതാം. യൂറോപ്പ് വൻകരയിൽപ്പെട്ട എത്യോപ്യ ആണോ? അല്ല. എന്താണ്? ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട. അപ്പൊ ആഫ്രിക്കൻ എന്നെങ്ങനെ എഴുതുക എന്ന് എല്ലാവരും പഠിക്കണം കേട്ടോ. അടുത്തത് എത്യോപ്യയിലെ രാജാക്കന്മാർ അദ്ദാസ് എന്ന് അറിയപ്പെടുന്നു. ആണോ? എത്യോപ്യയിലെ രാജാക്കന്മാർ അദ്ദാസ് എന്ന പേരിലാണോ അറിയപ്പെടുന്നത്? അല്ല. എത്യോപ്യയിലെ രാജാക്കന്മാർക്ക് എന്താ പറയുക? നജാഷി അല്ലെങ്കിൽ നേഗസ്. 2 ഉത്തരം എഴുതിയാലും ശരിയാണ്. നജാഷി അല്ലെങ്കിൽ നേഗസ്. അടുത്തത് അബൂജഹൽ പറഞ്ഞു, തബ്ബല്ലക അലി ഹാദാ ജമഅതന. അബൂജഹൽ അല്ല, അബൂലഹബാണ്. ആ ഉത്തരം പെടുത്താൻ ഉണ്ട് അല്ലേ. അബൂലഹബ് പറഞ്ഞു. അപ്പൊ ചരിത്രം നല്ലോണം അറിഞ്ഞാലേ നമുക്ക് താരീഖിന്റെ പരീക്ഷയ്ക്ക് എന്താകുള്ളൂ? ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് ചോദ്യപേപ്പർ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? എല്ലാ പാഠവും നല്ല ചരിത്രം കഥ ശരിക്കും ഓർമ്മ വേണം, എന്നാലേ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. അടുത്ത എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചത് അസ്ഹിമത്ത് എന്ന നബി ആയിരുന്നു. നബിയാണോ? അല്ല. അസ്ഹിമത്ത് എന്ന രാജാവായിരുന്നു. എന്താ ഉത്തരം? രാജാവായിരുന്നു. അടുത്ത ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഉമ്മു ഹബീബ റളിയല്ലാഹുവിന്റെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ്? അപ്പൊ നമുക്ക് കഥ ഓർമ്മ ഉണ്ടെങ്കിലേ അത് കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംല റളിയല്ലാഹുവിനെ വിവാഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മഹർ നൽകിയത് നജാഷി ആയിരുന്നു. ആരാണ്? ആ നജാഷി രാജാവ് ആയിരുന്നു. അടുത്ത ചോദ്യം. ഖുറൈശികൾ സൊഫാ പർവ്വതത്തിലേക്ക് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്താണ് ചോദിച്ചത്? എന്താണ് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്? കുറച്ച് വലിയ ഉത്തരാണത്. ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്?
ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങൾ ആക്രമിക്കാൻ ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? അതാണ് നബി ചോദിച്ചത്. അടുത്ത ചോദ്യം, നജാഷിയുടെ മരണവാർത്ത അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എന്താണ്? അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചു, അല്ലേ? നമ്മൾ പഠിച്ചതാണ് ആ പാഠത്തിൽ. ഹിജ്റ 9-ാം വർഷം അദ്ദേഹം വഫാത്തായി. വിവരമറിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിലേക്കുള്ള രഹസ്യ ക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എങ്ങനെ? രഹസ്യമായിട്ട്. അങ്ങനെ രഹസ്യമായി ക്ഷണിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിന്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. അടുത്തത് വ്യക്തമാക്കാം, വളരെ സിമ്പിളായ ചോദ്യം. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷന്മാരിൽ ആരാണ്? അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ, അല്ലേ? പക്ഷെ എഴുതുമ്പോൾ എഴുത്ത് തെറ്റുവരാത്ത രൂപത്തിൽ പഠിക്കുക. അടുത്തത് സ്ത്രീകളിൽ ആരാണ്? സ്ത്രീകളിൽ ഖദീജ ബിന്തു ഖുവൈലിദ് റളിയല്ലാഹു അൻഹു. അടുത്തത് പിന്നെ കുട്ടികളിൽ ആരാണ്? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അടുത്തത് അത് കഴിഞ്ഞു. അടുത്തത് വഅൻദിർ അശീറതക പൂരിപ്പിക്കാനാണ്. അപ്പോൾ അത് നല്ലോണം പഠിക്കുക. വഅൻദിർ അശീറതകൽ അഖറബീൻ. അപ്പോൾ അറബിയാണ്, അറബിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട, അറബിയൊക്കെ ഉണ്ടാവും. വഅൻദിർ അശീറതകൽ അഖറബീൻ. അടുത്തത് ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് കണ്ടോ. അപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് പൂരിപ്പിക്കാൻ വരിക. തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. കണ്ടോ, രക്ഷിക്കുക. എങ്ങനെ രക്ഷിക്കുക? എഴുതുക രക്ഷിക്കുക. കണ്ടില്ലേ? അടുത്തത് എണ്ണം വ്യക്തമാക്കാം. എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ സ്ത്രീകളിൽ നിന്നെന്താണ്? 4 പുരുഷന്മാർ 10. നമ്മൾ പഠിക്കുന്ന സമയത്ത് 10 പുരുഷന്മാരും 4 സ്ത്രീകളെന്നാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്ത്രീകൾ തന്നു, പിന്നെ പുരുഷന്മാരെ തന്നു. അപ്പോൾ ഇവിടെ പുരുഷന്മാരാണെന്ന് വിചാരിച്ച് ചില ആളുകൾ ഇവിടെ 10 എഴുതും. പക്ഷെ 10 ഇവിടെ ചോദ്യം ശരിക്കും വായിക്കണം, ഇത് സ്ത്രീകളാണ്, പുരുഷന്മാർ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? 10 പുരുഷന്മാരും 4 സ്ത്രീകളും. അപ്പോൾ നമ്മൾ ആദ്യം 10 ഇവിടെ എഴുതി പോകും. ഇവിടെ അല്ല, ഇതിൻ്റെ ഇവിടെയാണ്. പുരുഷന്മാർ 10, സ്ത്രീകൾ 4. ഓക്കെ. അടുത്ത എത്യോപ്യയിലേക്ക് 2ാം യാത്രയിൽ പോയവർ എത്രയാണ്? 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ഓക്കെ, ഇത് ആരോട് പറഞ്ഞു? അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ. അത് ആരോടാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ ഹിജ്റ പോകുന്ന സ്വഹാബികളോട് പറഞ്ഞു, അല്ലേ? തന്റെ അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽക്കാലം ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ആരോട് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു എന്നോ അനുയായികളോട് പറഞ്ഞു എന്ന് ഇതിൽ 2 ഇതിലും ശരി തന്നെ ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളോട് പറഞ്ഞു. പിന്നെ അഭയാർത്ഥികളായെത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ ചോദ്യപേപ്പർ. ഈ വർഷം നടന്ന ചോദ്യപേപ്പർ തന്നെയാണിത്. അപ്പോൾ താരീഖുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എല്ലാ പാഠത്തിലെയും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചോദ്യോത്തരങ്ങളെ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യോത്തരങ്ങൾ വരുന്ന ഭാഗങ്ങൾ പിന്നെ പ്രത്യേകം ഉത്തരങ്ങളൊക്കെ പ്രത്യേകം പഠിക്കുക. പിന്നെ കഥ ശരിക്കും മനസ്സിലാക്കുക, ഡേറ്റുകളൊക്കെ ശരിക്കും ഓർത്തു വെക്കുക, ആളുകളുടെ പേരുകൾ ഓർത്തു വെക്കുക. അങ്ങനെയൊക്കെ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.